പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നാട് ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായി അതിശക്തമായ മഴ, കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയെ തുടർന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും പ്രളയങ്ങളും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടായി. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. ഈ മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചത് നമ്മുടെ അടുത്ത പ്രദേശങ്ങളായ റാന്നി, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. 2018 റാന്നി വെള്ളത്തിൽ മുങ്ങിപ്പോയി. പ്രളയം റാന്നിയെ മുക്കിക്കളഞ്ഞു. ആ വാർത്തയൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങളറിയും. അവർക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങളും മറ്റുമൊക്കെ. പ്രിയപ്പെട്ടവരെ, അതിന് സമാനമായ പ്രളയം ഇന്നിവിടെ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റാന്നി വെള്ളത്തിലായിരുന്നു. പല വീടുകളിലും ഏതാണ്ട് 3 പഞ്ചായത്തുകളിൽ വെള്ളം കയറി എന്നുള്ളതാണ്. 538 കടകൾ പൂർണ്ണമായും ഭാഗികമായും വെള്ളം കയറി നശിച്ചു. 100 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമാണ് റാന്നിയിലുണ്ടായത്. പ്രത്യേകിച്ച് ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഓണക്കച്ചവടത്തിന് വേണ്ടി ഇറക്കി വെച്ചു. എല്ലാം വെള്ളത്തിലായി. ഒരുപാട് നാശനഷ്ടങ്ങൾ ആ പ്രദേശത്തുണ്ടായി. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ അതിശക്തമായ പ്രളയം, ഉരുൾപൊട്ടൽ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ആ സമൂഹത്തിനുണ്ടായി. ഏതാണ്ട് 722 വീടുകൾ വെള്ളം കയറി. 400ഓളം വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളം കയറി നശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഈരാറ്റുപേട്ടയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കുണ്ടായിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ റാന്നിയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെയുണ്ട്. ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്ന നാശനഷ്ടങ്ങളുണ്ടായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ടത് തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഴയെ തുടർന്നുള്ള ഈ ദുരന്തങ്ങൾ, ഈ പ്രളയങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് മഴയ്ക്ക് 2 മുഖങ്ങളുണ്ട്. 2 മുഖങ്ങളുണ്ട് മഴയ്ക്ക്. ചിലപ്പോൾ ആ മഴ അനുഗ്രഹമായിട്ട് പെയ്തിറങ്ങും. മറ്റ് ചില സന്ദർഭങ്ങളിൽ ആ മഴ ദുരിതമായി മാറാറുണ്ട്. ഇത് രണ്ടും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക. മഴയെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ഉപരിലോകത്ത് നിന്നും ആകാശ ലോകത്ത് നിന്നും നാം ഇറക്കി മാഅൻ മുബാറക. വെള്ളത്തെക്കുറിച്ച്, മഴയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് അനുഗ്രഹീതമായ വെള്ളം എന്നാണ്. വെള്ളം അനുഗ്രഹീതമാണ്. ശക്തമായ 4-5 മാസങ്ങൾക്ക് മുമ്പ് കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടിയ സമൂഹമാണ് നമ്മൾ. മഴ പെയ്യാൻ വേണ്ടി കാത്തിരുന്നവരാണ്, പ്രാർത്ഥിച്ചവരാണ്. അതിശക്തമായ ചൂട് സഹിക്കാൻ വയ്യാതെ അസ്വസ്ഥരായവരാണ് നമ്മൾ. ആ മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമുക്ക് കിട്ടിയ മഴ, അത് അനുഗ്രഹത്തിൻ്റെ മഴയാണ്. ആ മഴയെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് മാഅൻ മുബാറക, അനുഗ്രഹീതമായ വെള്ളം, അനുഗ്രഹീതമായ വെള്ളം എന്ന് പറഞ്ഞത്.
മഴവെള്ളം അനുഗ്രഹീതമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. ആ മഴ വർഷിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സുന്ദരമായ തോട്ടങ്ങളും അതുപോലെ പലതരത്തിലുള്ള വിഭവങ്ങളും ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു. മഴ പെയ്തില്ലെങ്കിൽ എല്ലാം നശിക്കും. ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. എല്ലാ ഉൽപ്പന്നങ്ങളും നശിച്ച് കരിഞ്ഞ് ഉണങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, നാം നിങ്ങൾക്ക് മനോഹരമായ തോട്ടങ്ങളും അതുപോലെ കൊയ്തെടുക്കപ്പെടുന്ന ധാന്യങ്ങളും നാം നിങ്ങൾക്ക് നൽകിയില്ലേ? കൊയ്തെടുക്കപ്പെടുന്ന ധാന്യങ്ങൾ അതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇടതൂർന്ന് നിൽക്കുന്ന തട്ട് തട്ടായി നിൽക്കുന്ന കുലകളുള്ള മനോഹരമായ ഈത്തപ്പനകളും നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നില്ലേ? എന്തിനാണ് ഈ കൃഷികളെ, കൊയ്തെടുക്കപ്പെടുന്ന ധാന്യങ്ങളെയും മനോഹരമായ തോട്ടങ്ങളെയും ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന തട്ട് തട്ടുകളായി കുലകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈത്തപ്പന മരങ്ങളെയും എന്തിനാണ് അല്ലാഹു ഉൽപ്പാദിപ്പിക്കുന്നത്? റിസ്ഖൻ ലിൽ ഇബാദ്, നമുക്ക് ഭക്ഷണമായിട്ടാണ്, മനുഷ്യന് ഭക്ഷണമായിട്ടാണ്, ഉപജീവനമായിട്ടാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ്. നിർജീവമായി പോയ ഭൂമിയെ നാം മഴ പെയ്യിപ്പിച്ച് സജീവമാക്കി, അതിനെ ജീവനുള്ളതാക്കി മാറ്റി. ഇതുപോലെ കദാലികൽ ഖുറൂജ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണപ്പെട്ട് മൺമറഞ്ഞ് നമ്മുടെ അസ്ഥിപഞ്ജരങ്ങൾ, നമ്മുടെ ശരീരമാസകലം മണ്ണ് തിന്നതിന് ശേഷം അല്ലാഹു ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയെ മഴ പെയ്യിപ്പിച്ച് സസ്യങ്ങളെ മുളപ്പിച്ച് അതിനെ ജീവസുറ്റതാക്കുന്നത് പോലെ, സജീവമാക്കുന്നത് പോലെ അല്ലാഹു നമ്മളെ പുനർജീവിപ്പിക്കും എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പം മഴ, അതിൻ്റെ ഒരു മുഖം, അത് അനുഗ്രഹമാണ്, അത് ബറക്കത്താണ്. ഇനി രണ്ടാമതായി അല്ലാഹു പറഞ്ഞു, വഅംദർനാ അലൈഹിം മത്തറൻ ഫസാഅ മത്തറുൽ മുൻദിരീൻ. മഴ ചിലപ്പോൾ അദാബായിട്ട് വർഷിക്കാറുണ്ട്, ദുരന്തമായി പെയ്തിറങ്ങാറുണ്ട്. നമ്മുടെ പൂർവികരായ പല സമുദായത്തെയും മഴ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച, പാഠം പഠിപ്പിച്ച ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ സംസ്ഥാനത്ത് വലുതും ചെറുതുമായ മഴയും, ആ മഴയെ തുടർന്ന് പ്രളയങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും, ആ മഴയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും നാം മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മഴ പെയ്യുമ്പോൾ നമ്മൾ എന്തൊരു വലിയ മഴയാണ്, ഇത് തോരുന്നേ ഇല്ലല്ലോ, എത്ര നേരമായി പെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറയുന്നതിനു പകരം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭയമുണ്ടാകണം. ഈ മഴ, ഇതിന്റെ പര്യവസാനം ഒരു ദുരന്തമായി മാറുമോ? ഇത് പ്രളയത്തിന് കാരണമാകുമോ? ഇത് ഉരുൾപൊട്ടലിന് കാരണമാകുമോ? നാം ഭയപ്പെടണമെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് മഴ പെയ്യുമ്പോൾ അങ്ങനൊരു വേവലാതി, അങ്ങനൊരു ഭയം നമുക്കുണ്ടാകാറുണ്ടോ? നമ്മളും മലയെക്കുറിച്ച് പഴിക്കും, എന്തൊരു മഴ, ഇത് തോരുന്നില്ലല്ലോ എന്ന് പറയും. ഖാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആകാശം മേഘാവൃതമായാൽ, ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടിയാൽ, കാറ്റടിക്കാൻ തുടങ്ങിയാൽ, ഇദാ റഗാ ഗൈബതൻ ഫിസ് സമാ, ആകാശം മേഘാവൃതമായാൽ, അക്ബല വ അദ്ബറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഭ്രാന്തനാകും, പ്രവാചകൻ അസ്വസ്ഥനാകും. എന്നിട്ട് പ്രവാചകൻ ഒരു സ്ഥലത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും, അസ്വസ്ഥനായി, വെപ്രാളപ്പെട്ട്, വേവലാതി പൂണ്ടുകൊണ്ട് പ്രവാചകൻ ഓടി നടക്കും. പ്രവാചകന്റെ മുഖത്തിന്റെ മുഖഭാവം മാറും. വേഗം കാണുമ്പോൾ പ്രവാചകന്റെ മുഖഭാവം മാറും, പ്രവാചകൻ അസ്വസ്ഥനാകും, പ്രവാചകൻ പരിഭ്രാന്തനാകും. എന്താണെന്നറിയോ? ഈ പെയ്യാൻ പോകുന്ന മഴ ദുരന്തമായി ഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സന്ദർഭത്തിൽ ചോദിക്കും, അല്ലാഹുവിന്റെ തിരുദൂതരെ, മഴ അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ,
മഴ പെയ്യുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഒരുപക്ഷെ ഈ മഴ അദാബിന്റെ മഴയായേക്കാം, ഇത് ദുരിതം വിതയ്ക്കുന്ന മഴയായേക്കാം, ഒരുപക്ഷെ ഈ മഴ മൂലം പ്രളയമുണ്ടായേക്കാം, ഉരുൾപൊട്ടലുകളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായേക്കാം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് തങ്ങൾ പറഞ്ഞിട്ട് തങ്ങൾ പറയും, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയൊരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കണം. ഇനിയും ശക്തമായ മഴ പെയ്യാൻ പോകുകയാണ്. ഈ മഴ അവസാനിക്കുന്നില്ല, ദുരന്തങ്ങൾ അവസാനിക്കുന്നില്ല, അടിക്കടി പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നാണ് പുതിയ കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ മഴയുണ്ടാകുമ്പോൾ, ആകാശം മേഘാവൃതമാകുമ്പോൾ നമ്മൾ പറയണം, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. അല്ലാഹുവേ, പെയ്യാൻ പോകുന്ന ഈ മഴ ഗുണകരമായ മഴയാക്കണമേ, പ്രയോജനപ്രദമായ മഴയാക്കണമേ. ഇത് ഉപദ്രവമാക്കരുതേ, ഇത് പ്രകൃതി ദുരന്തത്തിന് കാരണമാക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. പഠിച്ചല്ലാരും അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, മഴ പെയ്തു. രാവിലെ സുബഹി ഇന്നലെ ഏതാണ്ട് 2 മണി മുതൽ മഴയായിരുന്നു. സുബഹിക്ക് പള്ളി പോകുമ്പോഴും മഴയായിരുന്നു, അതിനുശേഷവും മഴയായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇപ്പം മഴ ശമിച്ചു, അന്തരീക്ഷം തെളിഞ്ഞു. നമ്മളിങ്ങനെ ശക്തമായ മഴ പെയ്തതിനു ശേഷം അന്തരീക്ഷം തെളിയുമ്പോൾ നമ്മൾ പറയണം, മുത്തിർനാ ബിഫളില്ലാഹി വറഹ്മതി. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടും മഴ പെയ്തല്ലോ. അല്ലാഹു പെയ്തിറക്കിയ മഴ കാരുണ്യത്തിന്റെ മഴയാക്കിയല്ലോ, അത് ദുരിതം വിതയ്ക്കുന്ന മഴയാക്കിയില്ലല്ലോ. അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കാൻ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഴയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഈ പ്രകൃതി ദുരന്തത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് മാത്രമില്ല, പരിശുദ്ധ ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മഴ തിമിർത്തു പെയ്യുമ്പോൾ നമ്മൾ പതിവാക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, നമ്മൾ അനുവർത്തിക്കേണ്ട ചില മര്യാദകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശക്തമായി മഴ പെയ്യുമ്പോൾ ആ മഴ അതിശക്തമായി പെയ്തിറങ്ങുമ്പോൾ നമ്മൾ പറയാൻ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആഖാമി വൽറാബ് വബുത്തൂനിൽ ഔദിയതി വമനാബിതിശ് ശജർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറബിയിൽ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശക്തമായ മഴ പെയ്യുമ്പോൾ, ശക്തമായ കാറ്റടിക്കുമ്പോൾ അല്ലാഹുമ്മ ഹവാലൈന വല അലൈന നമ്മൾ പറയണം, അല്ലാഹുവേ, ഈ മഴ ഞങ്ങളിലേക്ക് ചൊരിയരുതേ. വല അലൈന, ഇതുവരെയും മഴയില്ലാത്ത, മഴ പെയ്യാത്ത, കുടിവെള്ളത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടമോടുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇവിടെ ജലപ്രളയമാണ്, വെള്ളത്തിൽ മുങ്ങുന്നു മനുഷ്യന്റെ കച്ചവട സ്ഥാപനങ്ങളും ഭവനങ്ങളും സർവ്വതും. ഈ സമയത്തും ഒരിറക്ക് കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, ദാഹജലത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അല്ലാഹുവിനോട് പറയണം, മഴയ്ക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന, കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടത്തേക്ക് ഈ മഴയെ നീ തിരിച്ചു വിടണേ. അല്ലാഹുവേ, മലകൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ, മലയുടെ അടിത്തട്ടിലേക്ക്, അതുപോലെ വൃക്ഷലതാദികൾ നിൽക്കുന്ന കൊടിയ വനങ്ങളിലേക്ക് ഈ മഴയെ നീ തിരിച്ചുവിടണം. വനപ്രദേശങ്ങളിലേക്ക്, അതുപോലെ മലനിലകളിലേക്ക്, താഴ്വരകളിലേക്ക് ഈ മഴയെ നീ തിരിച്ചുവിടണേ. ഞങ്ങളിലേക്ക് മഴ ചൊരിഞ്ഞ് ഈ മഴ ദുരിതത്തിന്റെ മഴയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെയ്യുന്ന മഴയൊക്കെ അപ്രകാരമാക്കി തെരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഴയില്ലാതെ കഷ്ടപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് അല്ലാഹു ഈ മഴയെ തിരിച്ചുവിടട്ടെ. വനാന്തരങ്ങളിലേക്ക് ഈ മഴയെ അല്ലാഹു തിരിച്ചുവിടട്ടെ. മലകളിലേക്കും താഴ്വരകളിലേക്കും അല്ലാഹു ഈ മഴയെ തിരിച്ചുവിടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം മനസ്സിലാക്കേണ്ടത്, പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലുകൾ ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ നാം പഠിക്കേണ്ട 2 പാഠങ്ങളുണ്ട്. നാം മനസ്സിലാക്കേണ്ട 2 പാഠങ്ങൾ. നമുക്കറിയാം, മുൻകാലങ്ങളിലെ അപേക്ഷിച്ച്
ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രളയങ്ങളും ദുരിതങ്ങളുമാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി മഴയെ തുടർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ അപകടം വിതച്ചുകൊണ്ട് ശക്തമായ പ്രളയമുണ്ടായ മഴ മൂലം പ്രളയമുണ്ടായത് 2018 2018 ആഗസ്റ്റ് മാസമാണ് അതിശക്തമായ മഴ. ആ മഴയെ തുടർന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രളയങ്ങളുണ്ടായി, ഉരുൾപൊട്ടലുകളുണ്ടായി. അതിനുശേഷം 2019 കവളപ്പാറയിലും പുത്തുമലയിലും, 2020 മൂന്നാർ പെട്ടിമുടിയിൽ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലുണ്ടായി. 2021 കൂട്ടിക്കൽ, കൊക്കയാർ പ്രദേശങ്ങളിൽ ശക്തമായ പ്രളയം, ഉരുൾപൊട്ടലുകൾ, ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടു. 2024 വയനാട്, മേൽപ്പടി, അതുപോലെ മുണ്ടക്കൈ, ചൂരൽമല, വെള്ളരിമല തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിശക്തമായ ഉരുൾപൊട്ടലുകൾ, ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി. ഇതൊക്കെ ഞാൻ അന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം, നിങ്ങൾക്കറിയില്ലാത്ത കാര്യങ്ങളല്ല. ഇപ്പൊ 2026 കോട്ടയം, ഈരാറ്റുപേട്ട, റാന്നി, ഇടുക്കിയിൽ തന്നെ വണ്ടിപ്പെരിയാർ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഈ മഴയുടെ പേരിലുണ്ടായ പ്രളയത്താൽ ആളുകൾ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കുക. ധാരാളം വീടുകൾ ഈ പറയപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി. ഒരുപാട് കച്ചവടക്കാർ അവർ വലിയ പ്രതീക്ഷയോടുകൂടി വാങ്ങിവെച്ച സാധനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കോടിക്കണക്കായ രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ടായെങ്കിൽ എന്തിനാണ് അല്ലാഹു തആല പ്രളയമുണ്ടാക്കുന്നത്? മനുഷ്യൻ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ വിതയ്ക്കുന്നത് എന്തിനാണ്? മനുഷ്യനെ സാമ്പത്തികമായി ശാരീരികമായി പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, പ്രധാനമായും 2 കാര്യങ്ങൾ പഠിക്കാനാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് നാം മനസ്സിലാക്കണം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീകഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. സൂറത്തുർ റൂമിൽ അല്ലാഹു പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും പ്രളയങ്ങൾ, ദുരിതങ്ങൾ, അതുപോലെ പേമാരികൾ, കൊടുങ്കാറ്റുകൾ, സുനാമികൾ, കരയിലും കടലിലും ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ എന്തിന്റെ പേരിലാണ് ഉണ്ടാകുന്നത്? ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യന്റെ ദുഷ്ചെയ്തികളുടെ പേരിലാണ്. മനസ്സിലാക്കണം, മനുഷ്യന്റെ ദുഷ്ചെയ്തികളുടെ പേരിലാണ് കടലിലും കരയിലും പ്രകൃതി ദുരന്തങ്ങളും പ്രതിക്ഷോഭങ്ങളും ഉണ്ടാകുന്നതെന്ന് 14 വിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അടിക്കടി 2018-ലും 19-ലും 20-ലും 21-ലും 24-ലും ഇപ്പോൾ 26-ലും ഉണ്ടായിരിക്കുന്ന ഈ പ്രളയത്തെ കുറിച്ച് പഠനം നടത്തിയിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് മനുഷ്യന്റെ ദുഷ്ചെയ്തിയുടെ പേരിലാണ്. ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വച്ച യാഥാർത്ഥ്യം ആധുനിക യുഗത്തിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. ഒരുപാട് ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ പഠിക്കുന്നവരുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾ നിങ്ങൾ കേൾക്കണം. അവർ പറയുന്നത് ഖുർആനാണ് പറയുന്നത്. പക്ഷെ അവർ ഖുർആന്റെ ആയത്ത് അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ കാരണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കൈകടത്തലുകളുടെ പേരിൽ മനുഷ്യൻ പ്രകൃതിയോട് അക്രമം കാണിക്കുന്നതിന്റെ ഫലമാണ് ഈ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ദുരിതങ്ങളും പ്രളയങ്ങളും എന്ന് നാം മനസ്സിലാക്കുക. എന്താണ് മനുഷ്യന്റെ കൈകടത്തലുകൾ? ഈ ഭൂമിക്കൊരു സന്തുലിതാവസ്ഥയുണ്ട്, ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. അത് നിലനിർത്തുവാൻ വേണ്ടിയാണ് അള്ളാഹു മലകളെ സൃഷ്ടിച്ചത്. അത് നിലനിർത്താൻ വേണ്ടിയാണ് അള്ളാഹു കുന്നുകളെ സൃഷ്ടിച്ചത്. അതിനുവേണ്ടിയാണ് പാറക്കെട്ടുകളെയും വനങ്ങളെയും മരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത്. അതിനുവേണ്ടിയാണ് തണ്ണീർ തടങ്ങളെ അള്ളാഹു താല സൃഷ്ടിച്ചത്. ഓരോന്നും എവിടെ സ്ഥിതി ചെയ്യണോ അവിടെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. മലകൾ എവിടെ സ്ഥിതി ചെയ്യണോ അവിടെ മലകളെ സൃഷ്ടിച്ചു. വനങ്ങൾ എവിടെ സ്ഥിതി ചെയ്യണോ അവിടെ വനങ്ങൾ സൃഷ്ടിച്ചു. തണ്ണീർ തടങ്ങൾ എവിടൊക്കെ വേണോ അവിടൊക്കെ അള്ളാഹു തണ്ണീർ തടങ്ങളെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനെല്ലാം വെട്ടി നശിപ്പിക്കുകയാണ്. പാറകൾ മനുഷ്യൻ പൊട്ടിച്ച് നശിപ്പിക്കുന്നു. തണ്ണീർ തടങ്ങൾ മനുഷ്യൻ നികത്തി അവിടെ ഫ്ലാറ്റുകളും അതുപോലെ കോൺക്രീറ്റ് സൗധങ്ങളും നിർമ്മിക്കുന്നു. അതുപോലെ വനങ്ങൾ വെട്ടി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കേട്ട ഒരു പുതിയ പഠനമനുസരിച്ച്
കേരളത്തിൽ 12% മാത്രമാണ് ഫോറസ്റ്റ് ഉള്ളത്. 12%. ബാക്കിയെല്ലാം മനുഷ്യൻ കയ്യേറി, ബാക്കിയെല്ലാം മനുഷ്യൻ വെട്ടിനിരത്തി, വനാന്തരങ്ങൾ വെട്ടിവെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ഇതിന്റെ തിക്തഫലമാണ് ഇന്നടിക്കടി ഉണ്ടാകുന്ന പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളൊന്നും ആധുനിക പഠനങ്ങൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്റെ ദുഷ്ചര്യയുടെ തിക്തഫലമാണ് കരയിലും കടലിലും ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, ഈ പ്രകൃതി കലിക്കാതിരിക്കാൻ, അത് മനുഷ്യന് തിരിച്ചടിയാകാതിരിക്കാൻ, ഈ പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാവോ? അള്ളാഹു സൃഷ്ടിച്ചവകളെ അതുപോലെ അവിടെ നിർത്തണം. മലകൾ തകർക്കരുത്, പർവ്വതങ്ങൾ തകർക്കരുത്, വനങ്ങൾ വെട്ടി നശിക്കരുത്, മരങ്ങൾ ആവശ്യമില്ലാതെ വെട്ടി നശിപ്പിക്കരുത്, തണ്ണീർ തടാകങ്ങൾ അവിടെ നിലനിർത്തണം. ഇതെല്ലാം ഈ ഭൂമിയുടെ സമാധാനപരമായ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമായ കാര്യമാണ്. ഇവിടെ കുഴപ്പമുണ്ടാക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ അനന്തര ഫലമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ പ്രത്യാഘാതങ്ങൾ, ഈ ദുരന്തങ്ങൾ, പ്രളയങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എല്ലാം തകർത്തിരിക്കുന്നു അല്ലെ? കുന്നുകൾ നിരത്തി, ഞാൻ പറഞ്ഞതുപോലെ നെൽപ്പാടങ്ങൾ, തണ്ണീർത്തടങ്ങൾ നിരത്തി, അവിടെ മനുഷ്യൻ ഫ്ലാറ്റ് പണിതു, റിസോർട്ട് പണിതു, കോൺക്രീറ്റ് സൗധങ്ങൾ പണിതു. മനുഷ്യൻ സ്വാർത്ഥനായി. ഈ ഭൂമിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലെന്താ? എന്റെ കീശ നിറയണം, എന്റെ പള്ളം നിറയ്ക്കണം, എനിക്ക് ആഡംബരത്തോടുകൂടി ഇവിടെ ജീവിക്കണം, സ്വാർത്ഥ താല്പര്യത്തോടുകൂടി മനുഷ്യൻ പ്രകൃതിയുടെ മേൽ കൈവച്ചപ്പോൾ പ്രകൃതി മനുഷ്യനെതിരെ തിരിഞ്ഞു. പ്രകൃതി മനുഷ്യനെ തിരിച്ചടിക്കുന്നതിന്റെ ഫലമാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ പ്രളയം കൊണ്ട് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ദുർബലനാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ പ്രകൃതി ശോഭങ്ങളിലൂടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, മനുഷ്യന്റെ ദുർബലത, അവന്റെ അശക്തി, അവന്റെ നിസ്സഹായ അവസ്ഥയാണ് ഈ പ്രളയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കണം, മനുഷ്യൻ അത്ര വലിയ അഹങ്കാരിയാണ് അല്ലെ? സമ്പത്തിന്റെ പേരിൽ, വലിയ വീട് വെച്ചതിന്റെ പേരിൽ, വിലപിടിപ്പുള്ള വാഹനമുള്ളതിന്റെ പേരിൽ, തന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ പേരിൽ മനുഷ്യൻ അത്ര വലിയ അഹങ്കാരിയാണ്. എനിക്ക് ആരുടെയും ആവശ്യമില്ല, ഞാനെന്ന ഭാവം നെഞ്ചു വിരിച്ചുകൊണ്ട് പാവപ്പെട്ടവനെ കാണുമ്പോൾ പുച്ഛിക്കുന്നവൻ, വലിയ വീട്ടിൽ താമസിക്കുന്നവൻ ചെറിയ വീട്ടിൽ താമസിക്കുന്നവനെ കാണുമ്പോൾ അവന് ഒരു വല്ലാത്ത അസ്വസ്ഥത, ഒരു കളിയാക്കൽ അല്ലെ? വലിയ വാഹനത്തിൽ പോകുന്നവൻ ചെറിയ വാഹനത്തിൽ പോകുന്നവരെ കാണുമ്പോൾ ഒരു പുച്ഛം, അഹങ്കാരം. എനിക്കാരുടെയും ആവശ്യമില്ല, എന്നെ ആരും സഹായിക്കണ്ട, ഞാനും ആരെയും സഹായിക്കുകയില്ല എന്ന ഭാവത്തിൽ ജീവിച്ച അനവധി ആളുകളുണ്ട്. വലിയ വീടുകൾ, മണിമാളികൾ നിർമ്മിച്ച് അതിന് ചുറ്റും ആകാശം മുട്ട നിൽക്കുന്ന വലിയ മതിലുകളും അതിന് വലിയ ഗേറ്റും ഒക്കെ പിടിപ്പിച്ചിട്ട് എന്നെ ആരും ബുദ്ധിമുട്ടിക്കാൻ വരണ്ട, ഗേറ്റിന്റെ മുകളിൽ എഴുതി വെക്കും, അന്യർക്കകത്തേക്ക് പ്രവേശനമില്ല എന്നെഴുതി വെച്ചവർ, ചുറ്റും മതിലുകൾ കെട്ടിയവർ, ആരുടെയും സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ, ആരും ഞങ്ങളെ സഹായിക്കണ്ട എന്ന് പറഞ്ഞവർ, വെള്ളം കയറിയപ്പോൾ, രണ്ടാം നിലയ്ക്ക് മുകളിലും വെള്ളം കയറിയപ്പോൾ പ്രിയപ്പെട്ടവരെ നനഞ്ഞ ഉണ്ടുതുണി മാത്രം ഉടുത്തുകൊണ്ട് അയൽപക്കത്തക്കാരെ വിളിക്കുകയാണ്, ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു, മുങ്ങി ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു, ആരെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് മനുഷ്യൻ അലമുറയിട്ട് കരയുന്ന കാഴ്ചയാണ് ഈ പ്രളയാനന്തരം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടതെങ്കിൽ, മണിമാളികകളിൽ താമസിച്ചവർ വലിയ ഗേറ്റ് പണിത് അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച അഹങ്കാരത്തിന്റെ ആളുകൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, മാറിയൊടുക്കാൻ ഒരു ഡ്രസ്സിന് വേണ്ടി കണ്ണു നട്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം കാണുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രളയത്തിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠം, മനുഷ്യ, നീ ഒന്നുമല്ല, നിനക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല, നീ വെറും അശ്വാണ്, നീ വെറും നിസ്സഹായകനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, മിസ്കീൻ ഇബ്നു ആദം, ശ്രദ്ധിക്കണം, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മിസ്കീൻ ഇബ്നു ആദം, പാപം മനുഷ്യൻ,
അവന്റെ അശക്തിയെ, അവന്റെ ദുർബലതയെ, അവന്റെ നിസ്സഹായ അവസ്ഥയെ വിളിച്ചോതുന്ന ചില വചനങ്ങളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മിസ്കീൻ ഇബ്നു ആദം, പാവം മനുഷ്യൻ, എന്താണ് നിനക്ക് അഹങ്കരിക്കാനുള്ളത്? ഞാനെന്ന ഭാവത്തോടുകൂടി അഹങ്കരിക്കുന്ന മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. മിസ്കീൻ ഇബ്നു ആദം, പാവം മനുഷ്യൻ, മക്തൂമുൽ അജൽ, അവന്റെ ആയുസ് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എനിക്കോ നിങ്ങൾക്കോ അറിയാവോ നമ്മൾ എപ്പോഴാ മരിക്കുന്നതെന്ന്? ആർക്കെങ്കിലും പറയാമോ? ഞാൻ എപ്പോഴാ മരിക്കുന്നത്? നമ്മുടെ ആയുസ് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മരണത്തിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? എന്ത് അപകടത്തെ തുടർന്നാണോ മരിക്കുന്നത്? പ്രളയത്തെ തുടർന്നാണോ മരിക്കുന്നത്? രോഗബാധിതനായിട്ടാണോ മരിക്കുന്നത്? മരണത്തിന്റെ കാരണം ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല. മഹ്ഫൂലുൽ അമൽ, നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മനുഷ്യന്റെ സമാധാനം കെടുത്താൻ ഒരു മൂട്ട മതി. അല്ലേ? എത്ര വലിയ ശീതീകരിച്ച മുറിയിലാണെങ്കിലും ഒരു കൊതുക് മതി അവന്റെ സമാധാനം കെടുത്താൻ, അവന്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ. അവന്റെ ശരീരത്തിൽ നിന്നും നിർഗളിക്കുന്ന വിയർപ്പുകൾ അവനെ ദുർഗന്ധമുള്ളവനാക്കുന്നു. മനുഷ്യൻ എത്ര പാവപ്പെട്ടവൻ, എത്ര ദുർബലൻ, എത്ര അശക്തൻ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം മറന്നിട്ട് പണത്തിന്റെ പേരിൽ, വലിയ വാഹനത്തിന്റെ പേരിൽ, ആർഭാടത്തോടുകൂടി ഉണ്ടാക്കിയ വീടുകളുടെ പേരിൽ അഹങ്കരിച്ച് നടക്കുന്നവരെ പാഠം പഠിക്കാനാണ് ഈ പ്രകൃതി ദുരന്തങ്ങളെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം ചുങ്കപ്പാറക്കാർ നിർഭയത്വത്തോടുകൂടി ഒന്നും ജീവിക്കണ്ട. നമുക്കും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായേക്കാം, പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടായേക്കാം, സമൂലമായി അള്ളാഹു നമ്മളെ നശിപ്പിച്ചേക്കാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറയുറക്കെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഫാമിന അഹ്ലുൽ ഖുറാ അയ്യഅതിയഹും ബഅസ്നാ ബയാതൻ വഹും നായിമൂൻ. ഗ്രാമവാസികളെ, ചുങ്കപ്പാറക്കാരെ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. ഏതൊക്കെയോ ഗ്രാമങ്ങൾ പുതപ്പു തലയിലേക്ക് വലിച്ചു മൂടി സുഖനിദ്രയിൽ ആണ്ടുപൂണ്ട് കിടക്കുമ്പോൾ നമ്മുടെ അദാബ് വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വേണ്ട വേണ്ട, നിങ്ങൾ വിചാരിക്കേണ്ട. എന്റെ അദാബ് നിങ്ങളെ പിടികൂടും. അതുപോലെ ദുഹാ സമയത്ത് കളി വിനോദങ്ങളിൽ കഴിയുന്നവരെ നിങ്ങൾക്ക് എന്റെ അദാബ് പിടികൂടുകയില്ല എന്ന് നിങ്ങൾ നിർഭയത്വത്തോടുകൂടി കഴിയുകയാണോ? അല്ല, നിങ്ങളെ പിടികൂടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആരും നിർഭയത്വത്തോടുകൂടി കഴിയേണ്ടവരല്ല. നമ്മളെയും ഇത്തരത്തിലുള്ള അദാബുകൾ, പരീക്ഷണങ്ങൾ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പിടിപെടാതിരിക്കാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവർക്ക് സമാധാനം, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ, അവരുടെ നഷ്ടങ്ങൾ നികന്നു കിട്ടാൻ നാം അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കുക. അള്ളാഹു ഈ ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു അവരെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.